നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, എത്രയൊക്കെ ഈശ്വരനെ വിളിച്ചിട്ടും, എത്രയൊക്കെ വഴിപാടുകൾ നടത്തിയിട്ടും നടക്കാത്ത ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഈ നേർച്ച അഥവാ ഈ വഴിപാട് മനസ്സിലങ്ങ് നേർന്നാ മതി. കാര്യം നടന്ന് കിട്ടിയിരിക്കും. ഇനി എത്ര വലിയ ബാലികേറ മലയാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് നേർന്ന കാര്യം നടന്നു കിട്ടും. നടന്നു കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഞാൻ പറയുന്നിടത്ത് പോയി ആ വഴിപാട് ചെയ്താൽ മതി. ഞാനിത് ഇന്നിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് ഈശ്വര നിമിത്തമാകട്ടോ. ഭഗവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സം മാറി ആ ഒരു കാര്യം നടന്നു കിട്ടാനായിട്ട് ജഗദീശ്വരനായിട്ട് ഒരു വഴി കാണിച്ചു തന്നതാണ്. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് വളരെ വിഷമിച്ച് പറയാറുണ്ട്, തിരുമേനി ഈ കാര്യം ഒന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ, അല്ലെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ, എൻ്റെ കുടുംബത്തിൽ ഇന്ന ആളിൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും കാര്യം നടക്കുന്നില്ല. ചെയ്യാത്ത വഴിപാടുകളില്ല, പോകാത്ത അമ്പലങ്ങളില്ല, വിളിക്കാത്ത ഈശ്വരന്മാരില്ല. പക്ഷേ എന്തോ ഒരു തടസ്സം മുടക്ക് വന്ന് കിടക്കുകയാണ്, തട്ടിത്തിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആഗ്രഹം മാത്രം എത്ര കഷ്ടപ്പെട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല എന്ന് സങ്കടത്തോടുകൂടി കണ്ണീരോടുകൂടി പറയുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് ഫലസിദ്ധി കണ്ടു തുടങ്ങിയ അല്ലെങ്കിൽ ഫലം കിട്ടിത്തുടങ്ങിയ ഏറ്റവും ശക്തിയുള്ള ഒരു വഴിപാടാണ്, നേർച്ചയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ചെയ്യേണ്ട ഇത്ര മാത്രം. ഞാനിത് പറഞ്ഞു തരുന്നത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് മനസ്സിരുത്തി എവിടെങ്കിലും ഒരിടത്ത് സമാധാനമായിട്ടിരുന്ന്, അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പം വീട്ടിൽ വിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ആയാലും ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച്, ഭഗവാനെ ഇന്ന ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഇന്ന സ്വപ്നം, അല്ലെ എൻ്റെ മക്കളുടെ ഇന്ന കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഇന്ന കാര്യം, അല്ലെ എൻ്റെ ഭാര്യയുടെ ഇന്ന കാര്യം, എന്താണ് നിങ്ങൾക്ക് സ്വയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടിയോ ആ കാര്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടന്നു കിട്ടിയാൽ ഞാൻ ഈ വഴിപാട് അല്ലെങ്കിൽ ഈ നേർച്ച വന്ന് ചെയ്തേക്കാവേ, അവിടുത്തെ സമക്ഷം വന്ന് ചെയ്തോളാവേ എന്ന് മനസ്സിൽ നേരുക. മനസ്സിൽ നേർന്നിട്ട് അങ്ങ് മറന്നു പോകരുത്. ചിലപ്പം കുറച്ച് ദിവസം കഴിയുമ്പം നടന്നു കിട്ടും, ചിലപ്പം മാസങ്ങൾ കഴിഞ്ഞായിരിക്കും നടക്കുന്നത്. പക്ഷേ കാര്യം നടന്നു കിട്ടും. അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിച്ചാലും നല്ല രീതിയിൽ കാര്യം നടന്നു കിട്ടും. അപ്പം നേർന്നു കഴിഞ്ഞിട്ടങ്ങ് മറന്നു പോരുത്. അതുകൊണ്ട് ഡയറിയിലോ കലണ്ടറിലോ ഒക്കെ കുറിച്ചിടുക. കാര്യം നടന്നു കഴിഞ്ഞ് മാത്രം നിങ്ങൾ എന്നെ വിശ്വസിക്കണം. കാര്യം ഞാൻ ഈ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഒരുപാട് പൈസ മുടക്കി വഴിപാട് ചെയ്യൂ, അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥന അത് നടന്നു കഴിഞ്ഞ് മാത്രം നിങ്ങൾ പോയി ചെയ്താൽ മതി. അതാണ് ഞാൻ പറയുന്നത്. നടന്നു കഴിഞ്ഞ് മാത്രം ചെയ്താൽ മതി. ആ ഒരു കാര്യം നിങ്ങൾ വിശ്വാസത്തിലെടുത്ത് കാര്യം മനസ്സിൽ പറഞ്ഞ് ഇത് നടന്നു കിട്ടിയാൽ അവിടുത്തെ സമക്ഷം വന്ന് ചെയ്തോളാവെന്ന് പറഞ്ഞ് അങ്ങ് നേരുക. നടന്നു കഴിഞ്ഞ് കഴിയുമ്പം ഒരു സമയം പോലും വൈകിപ്പിക്കാതെ, വെച്ച് താമസിപ്പിക്കാതെ, ഏറ്റവും നല്ല അടുത്ത് എന്നാണോ പോകാൻ പറ്റുന്നത് പോയി ഈ വഴിപാട് നേർച്ച നടത്തി ഭഗവാനോട് നന്ദി പറയുക. ഞാനിതിവിടെ പറഞ്ഞതും നിങ്ങളിത് കേട്ടതും ആ ഭഗവാൻ നിമിത്തമാണ്. ഭഗവാൻ അരുൾ ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. അങ്ങനെ ഒരു സ്വപ്നം, ആഗ്രഹം വല്ലാതെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലോ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ നേർന്നോളൂ, കാര്യം അച്ചിട്ടായിട്ട് നടന്നിരിക്കും എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം തന്നെ അങ്ങനെ നേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത്, നാളെ വിളക്ക് കത്തിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഒന്ന് കുളിച്ച് ശുദ്ധിയായി വന്ന് സമാധാനമായിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റുന്നത്, വിളക്ക് കത്തിച്ച് തന്നെ ഇരിക്കണമെന്നില്ല, ഒരിടത്ത് മനസ്സമാധാനമായിട്ട് ഇരുന്നുകൊണ്ട്, അല്ലെ വിളക്ക് കത്തിക്കുന്നവർ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ മുരുകനെ പ്രാർത്ഥിക്കണം. ആരാണ് മുരുകൻ? മുരുകൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും സേനാപതിയായ ദേവനാണ്. എല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്ന ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത്. മുരുകൻ്റെ മുന്നിൽ ഒരു വഴിയും അടഞ്ഞു കിടക്കില്ല, സകല വഴികളും തുറക്കുമെന്നാണ് പറയുന്നത്. സേനാപതിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. മുരുകനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? ഓം വജദ്ഭുവേ നമ എന്ന് ചൊല്ലിക്കൊണ്ട്, ഓം വജദ്ഭുവേ നമ, ഓം വജദ്ഭുവേ നമ, ഓം വജദ്ഭുവേ നമ എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട്, ഭഗവാനെ മുരുക, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇന്നതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ, ഇന്നത് നടക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഭഗവാൻ അറിയാവല്ലോ, ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, പറയാത്ത
പ്രാർത്ഥനകളില്ല, എല്ലാം ഉണ്ട്, പക്ഷേ കാര്യം നടന്നു കിട്ടുന്നില്ല. ഭഗവാൻ എനിക്ക് നടത്തി തരണം. നടത്തി കിട്ടിയാൽ, നടന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഞാൻ ഭഗവാന്റെ സമക്ഷം വന്ന്, ഞാൻ ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ഞാൻ ഭഗവാന് ഐശ്വര്യമായിട്ട് വേലും പട്ടും സമർപ്പിച്ചേക്കാം. എന്താണ് വേലും പട്ടും സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ആ വഴിപാടിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഇത് എവിടാണ് ചെയ്യേണ്ടതെന്നുള്ളതും നിങ്ങൾ അറിയണം. എന്നിരുന്നെങ്കിൽ മാത്രമേ ഈ വഴിപാട് പൂർണ്ണമാവുള്ളൂ. അപ്പം പറയേണ്ടത് ഇത്ര മാത്രം: ഭഗവാനെ വന്ന് വേലും പട്ടും അവിടുത്തെ സമക്ഷം, അവിടുത്തെ സന്നിധിയിൽ വന്ന് സമർപ്പിച്ചോളാം എന്ന് മനസ്സിൽ നേർന്നിട്ട് നിങ്ങൾ അങ്ങ് സാധാരണ ജീവിതത്തിലേക്ക് പോയാൽ മതി. കാര്യം നടന്നു കിട്ടും. കാര്യം നടന്നു കഴിയുമ്പം പോയി ഞാൻ പറയുന്ന അമ്പലത്തിൽ പോയി കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ നിങ്ങൾ പോയി വേലും പട്ടും സമർപ്പിക്കണം. ഇനി എങ്ങനെയാണ് വേലും പട്ടും സമർപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന് പോകേണ്ടത്, ഏത് ക്ഷേത്രത്തിലാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്ന് പറഞ്ഞു തരാം. അപ്പം നിങ്ങളെല്ലാവരും അത്തരത്തിൽ മനസ്സിൽ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ ഐശ്വര്യമായിട്ട് മനസ്സിരുത്തി അതങ്ങ് നേർന്നോളൂ. ഇനി വഴിപാട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കേരളത്തിലെ 6 മുരുക ക്ഷേത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ 6 മുരുക ക്ഷേത്രങ്ങൾ പല ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 6 മുരുക ക്ഷേത്രങ്ങളാണ്. ഈ 6 മുരുക ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത്. കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന 6 മുരുക ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മുരുക ക്ഷേത്രത്തിൽ പോയി വേണം നിങ്ങൾ പട്ടും വേലും സമർപ്പിക്കാനെന്ന് പറയുന്നത്. ആ 6 മുരുക ക്ഷേത്രങ്ങളെ ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒന്നാമത്തെ മുരുകക്ഷേത്രം എന്ന് പറയുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഒന്നാമത്തത്. അപ്പം കുറച്ച് വടക്കോട്ടൊക്കെ ഉള്ളവർക്ക് പയ്യന്നൂർ അമ്പലത്തിൽ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഹരിപ്പാട് ക്ഷേത്രത്തിലെ മുരുകൻ, ഭഗവാന്റെ ശക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് കഥകളിലൂടെയും ഭഗവാന്റെ അത്ഭുതങ്ങളും ഒക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ഉള്ളവരാണ്. അപ്പം ഹരിപ്പാട് ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. കുറച്ചിങ്ങോട്ട് മധ്യ കേരളത്തിലുള്ളവർക്കും തെക്കൻ കേരളത്തിലോട്ടുള്ളവർക്കും പോകാൻ ഏറ്റവും സൗകര്യമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ്റെ ഒരു വല്ലാത്തൊരു ശക്തിയും ഒരു ചൈതന്യവും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന, ആ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കറിയാം ഭഗവാന്റെ ആ ഒരു ചൈതന്യം നമുക്ക് തൊട്ടറിയാൻ സാധിക്കും ആ സന്നിധി ചെന്ന് കഴിഞ്ഞാൽ. പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത്. നാലാമത്തേത് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവഞ്ചൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഭഗവത് ചൈതന്യം തുളുമ്പുന്ന ക്ഷേത്രമാണ് തിരുവഞ്ചൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നാലാമത്തത്. അഞ്ചാമത്തേതെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചേലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അഞ്ചാമത്തേത് എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക്, ഒരു മധ്യ കേരളത്തിലൊക്കെ ഉള്ളവർക്ക്, തൃശ്ശൂർ കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് ഏറ്റവും സൗകര്യമായിട്ട് പോകാൻ പറ്റുന്നതാണ് ചേലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആറാമത്തേതെന്ന് പറയുന്നത് പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി അടുത്താണ്. അപ്പോൾ അവിടെ പോകുന്നതും ഏറ്റവും ഉചിതമാണ്. ഈ 6 അമ്പലങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വേണം നിങ്ങൾ വേലും പട്ടും സമർപ്പിക്കാനെന്ന് പറയുന്നത്. അപ്പം എന്താണ് വേലും പട്ടും? പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള പട്ട്. നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ കൊടുക്കത്തില്ലേ മഞ്ഞപ്പട്ട് സമർപ്പണം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെയാണ് നമ്മൾ മുരുകൻ്റെ അമ്പലത്തിലും മഞ്ഞപ്പട്ടാണ് ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ഷേത്ര സ്റ്റാളുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തുണിക്കടകളിൽ നിന്നോ നിങ്ങൾക്ക് മഞ്ഞപ്പട്ട് വാങ്ങിക്കാം. നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച്, സാമ്പത്തിക നിലയ്ക്കനുസരിച്ച് ഭഗവാന് നല്ലൊരു മഞ്ഞപ്പട്ട് വാങ്ങിക്കണം. ആ മഞ്ഞപ്പട്ടിന് മുകളിലായിട്ട് വേല് വെക്കണം. ഈ വേലെന്ന് പറയുന്നത് എന്താ? നമുക്കെല്ലാവർക്കും അറിയാം വേൽ എന്താണ് എന്നുള്ളത്. അത് നമുക്ക് ഒരു വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്ന അല്ലെ സ്വർണ്ണക്കടയിൽ പോയിട്ട് നമുക്ക് വേലിൻ്റെ രൂപം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പം മതി, ഒരുപാട് വലുതൊന്നും വാങ്ങണമെന്നില്ല. വലുതൊക്കെ സമർപ്പിക്കുന്നവരുണ്ട്, നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ? സ്വർണത്തിൻ്റെ വലിയ വേല് സമർപ്പിച്ചവർ, അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ തീർത്ത്, സ്വർണ്ണം ആയാലും മതി, പക്ഷെ ഞാൻ സ്വർണ്ണം നിങ്ങളോട് പറയുന്നില്ല. വെള്ളിയിൽ തീർത്ത വേല് നിങ്ങൾക്ക് തുച്ഛമായ പൈസ കൊടുത്ത് വാങ്ങിക്കുക. ഏതൊരു സാധാരണക്കാരനും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഒരു വെള്ളി വിൽക്കുന്ന കടയിൽ പോയിട്ട് വെള്ളിയിൽ തീർത്ത, നമ്മളുടെ കൈവെള്ളയുടെ വലിപ്പം മതി, ഒരുപാട് വലിപ്പമൊന്നും വേണ്ട, ഉള്ളൊരു നിങ്ങളുടെ കഴിവിനനുസരിച്ച് വലുത് കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തോളൂ, അതൊന്നും ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം
ഒരു കൈവെള്ളയുടെ വലിപ്പത്തിലുള്ള ഒരു വേല്. അത് നേരത്തെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ അനുസരിച്ച് ചെയ്തു തരും. പല രീതിയിൽ പല ഡിസൈനിലൊക്കെ നമുക്കത് ചെയ്തു തരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നേരത്തെ അതൊരെണ്ണം തയ്യാറാക്കി വെക്കുക. അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണ്ടാവും, അതിൽ നിന്നൊന്ന് എടുത്താലും മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ പട്ടിന് മുകളിൽ വേല് വെച്ച് ഭഗവാന്റെ സന്നിധിയിൽ കൊണ്ടുപോയി അവിടുത്തെ തിരുമേനിയുടെ കയ്യിൽ നടക്കൽ സമർപ്പിക്കുക. ചിലർ ഈ വേല് കൊണ്ടുപോയി കാണിക്കയായിട്ടിടും. അതായത് നമ്മൾ കാണിക്ക വഞ്ചിയിൽ പൈസ ഇടുന്നതിനോടൊപ്പം അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തിട്ട് പട്ട് അവിടെ സമർപ്പിച്ച് പറ്റിയാൽ ഒരു പഞ്ചാമൃതം കൂടെ ഭഗവാന് കഴിപ്പിക്കുക. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാമൃതം. അപ്പം നമ്മുടെ സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കപ്പെട്ട് നമ്മൾ ഏറ്റവും സന്തോഷവാനായിട്ട് ചെല്ലുമ്പം ഭഗവാനെയും നമുക്ക് അതിലേറെ സന്തോഷിപ്പിക്കാനും നമുക്ക് ആ നന്ദി പ്രകാശിപ്പിച്ച് ഭഗവാന്റെ ആ ഒരു സ്നേഹം നമുക്ക് പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പഞ്ചാമൃതം കൂടെ ഭഗവാന് കഴിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. സമ്പൂർണ്ണമായി എന്ന് പറയാം. നമ്മൾ പട്ടും സമർപ്പിച്ചു, വേലും സമർപ്പിച്ചു. ഒന്നുകിൽ കാണിക്കയായിട്ട് ഇടുക, അല്ലെങ്കിൽ തിരുമേനിയുടെ കൈ കൊടുത്ത് അവിടുത്തെ നടക്കൽ സമർപ്പിക്കുക. നിങ്ങൾക്ക് രേഖാമൂലം രസീതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിലായാലും വേലും പട്ടും നടക്കൽ സമർപ്പിച്ച് ഭഗവാനെ കണ്ട് തൊഴുത് വണങ്ങി നന്ദി പറയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചെയ്തു തന്ന ഉപകാരത്തിന് അല്ലെങ്കിൽ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുത്ത ആ ഒരു കാര്യത്തിന് ഭഗവാനോട് നന്ദിയും പറയുക. തീർച്ചയായിട്ടും നിങ്ങളിത് നേർന്നു നോക്കൂ, കാര്യം നടക്കും. ഈശ്വര സഹായത്താൽ, ഈശ്വര കൃപയാൽ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവാം. ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ കാര്യം നടന്നു കഴിയുമ്പം പോയി നന്ദി പറഞ്ഞ് വേലും പട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ ഈ ക്ഷേത്രങ്ങളിൽ വേണം കേട്ടോ. ഈ വേല് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വേല് കൊണ്ടുവന്ന് വീട്ടിൽ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെ വിളക്ക് കത്തിക്കുന്നിടത്തോ വെച്ച് ഒരു രാത്രി പിന്നിട്ട്, അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് വാങ്ങിക്കൊണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പൂർണ്ണമായിട്ട് പിറ്റേ ദിവസം അമ്പലത്തിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും കുറഞ്ഞത് ഒരു രാത്രിയെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം. കടയിൽ നിന്ന് നേരെ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവരുത്. ഇപ്പം പട്ടും ഈ പറയുന്ന വേലും വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളുടെ വീട്ടിൽ ഒരു രാത്രി വെച്ച്, കാര്യം നമ്മൾ വിളക്ക് കത്തിക്കുന്ന നമ്മൾ എവിടുന്നാണോ നമ്മൾ ഇത് പറഞ്ഞു തുടങ്ങിയത്, ദൈവമേ ഇത് നേടിത്തരണേ എന്ന് നേർന്നത്, ആ നേർന്ന സ്ഥലമാണ് നമ്മളുടെ വീട്ടിലെ വീട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടം എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്നൊന്ന് വെച്ച്, വിളക്കിൻ്റെ മുമ്പിലൊന്നും വെക്കണ്ട, ആ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഓരോമായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് ഒരു രാത്രി പിന്നിട്ടിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും, വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ 6 ക്ഷേത്രത്തിൽ എവിടെങ്കിലും ഒരിടത്ത് പോവുക, കാര്യം നടന്നു കഴിഞ്ഞാൽ മാത്രം പോയി കാര്യം ചെയ്യിക്കുക. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത്. മുരുകൻ്റെ ഏറ്റവും വലിയ ചൈതന്യ പ്രഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുരുകൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കുന്ന ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത്. നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളൂ, ഹൈന്ദവ ഭക്തരായിട്ടുള്ള കോടീശ്വരന്മാരുടെയും വലിയ 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 ആളുകളുടെയൊക്കെ നിങ്ങൾ ജീവിതം എടുത്തു നോക്കിക്കൊള്ളൂ. അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ദേവൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദേവൻ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി അവർ പറയും ഞാൻ മുരുക ഭക്തനാന്ന് പറയും. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. അത് ആ മുരുകൻ എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അത്രയധികം കൂടുതൽ മുരുക ഭക്തന്മാർ അത്രയും വലിയ ഉന്നത തലങ്ങളിൽ എത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരിക്കോരി കൊടുക്കുന്ന ദേവനാണ്. നിങ്ങളിപ്പം ആഗ്രഹിക്കുന്നത് ഒരു നുള്ളാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരു വലിയ മലയോളം നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിന് അളവില്ല എന്നുള്ളതാണ്. അളവില്ലാതെ അനുഗ്രഹിക്കുന്ന ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത്. ഭഗവാൻ പ്രസാദിച്ച് കിട്ടാൻ പാടാ. കാര്യം പല രീതിയിലും പരീക്ഷിക്കും, തന്നും തരാതെയൊക്കെ പരീക്ഷിക്കും ഭഗവാൻ. പക്ഷെ തന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു മുരുക ഭക്തനായാൽ പിന്നെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. കാര്യം ആ രീതിയിൽ ഭഗവാന്റെ കൃപ നിങ്ങൾ തൊട്ടറിയും, ആ ചൈതന്യം നിങ്ങൾ തൊട്ടറിയുമെന്നുള്ളതാണ്. ഏറ്റവും പറയുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല, ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ്. ഭഗവാന്റെ ആ ചൈതന്യം തൊട്ടറിഞ്ഞിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ആ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഞാനിതിവിടെ പറയാനും നിങ്ങൾ കേൾക്കാനും ഇടയായത് ആ മുരുക കൃപയാണ്. തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേർന്ന് മുന്നോട്ട് പോവുക. ഈ പട്ടും വേലും സമർപ്പിച്ച് ഇന്ന് വരെ അത് നേർന്ന് നടക്കാതെ വന്നതായിട്ട് എനിക്കറിയില്ല. നിങ്ങളും തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് ആഗ്രഹിച്ച ഒരു കാര്യം ഭഗവാനോട് പറയൂ, നടന്നു കിട്ടിയിരിക്കും. പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ മനസ്സിലാകാതെ എന്തെങ്കിലും ഉണ്ട്, അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ, ജഗദീശ്വരൻ്റെ കൃപയാൽ എല്ലാം നന്നായിരിക്കട്ടെ. എൻ്റെ അമ്മ മഹാലക്ഷ്മി ഭഗവതി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും നന്നായി വരട്ടെ. നന്ദി, നമസ്കാരം.